തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം ജീവിതത്തിന്റെ സമ്മിശ്ര ഭാവങ്ങളെ ഒരുപോലെ പ്രതിബിംബിക്കുന്ന ഒരു അധ്യായമാണ്. ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും പ്രയാസമേറിയ സാഹചര്യങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠപുസ്തകമാണ് ഈ അധ്യായം. യഹൂദ സമൂഹത്തിന്റെ മുഴുവൻ ഭയഭക്തി ബഹുമാനങ്ങൾ ആർജിച്ചിരുന്ന പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു പെൺകുട്ടിയുടെ നൃത്തത്തിൽ മതിമയങ്ങി വാക്ക് പാലിക്കുവാനെന്ന വ്യാജേന നിർദ്ദയമായി വെട്ടിയെടുത്ത് അവളുടെ അമ്മയുടെ ആളിക്കത്തിയ വൈരാഗ്യത്തെ കട്ടെടുക്കുവാൻ അവരുടെ മുമ്പിൽ കാഴ്ചവെച്ച കൊടും ഭീകരമായ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിലാണ്. യഹൂദ സമൂഹത്തെ ആകമാനം പിടിച്ച് ഉലച്ചതും ഭയത്തിൽ ആഴ്ത്തിയതുമായ സംഭവമായിരുന്നു ഇത്. ഈ സംഭവത്തിന്റെ പേരിൽ ഒരു പ്രതിഷേധമോ പ്രതിരോധമോ പ്രത്യാക്രമണമോ ഒന്നും യഹൂദന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി കാണുന്നില്ല. കാരണം ഹേരോദാവിന്റെ ക്രൂര ഭരണത്തെ അത്രമാത്രം യഹൂദന്മാർ ഭയന്നിരുന്നിരിക്കണം. യേശു ശിഷ്യന്മാരും ഈ സംഭവത്തെ തുടർന്ന് കുറച്ചു കാലത്തേക്ക് നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായ ഈ സംഭവത്തിന് ശേഷം നാം കാണുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് മരുഭൂമിയിൽ സമൃദ്ധി വിളയിച്ച സംഭവമാണ്. ഭയചകിതരായ ജനത്തിന് യേശുക്രിസ്തുവിന്റെ തൃപ്പാദത്തിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനവും ആശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നുവെന്ന സന്ദേശം വിശുദ്ധ മത്തായി ശ്ലീഹ നൽകുകയാണ്. തുടർന്ന് യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാൻ തനിച്ച് മലയിലേക്ക് പോവുകയും ശിഷ്യന്മാർ തനിച്ച് പടകിലൂടെ മറുകരയിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. യാത്രാമധ്യത്തിൽ കാറ്റ് പ്രതികൂലമാകിയാൽ ശിഷ്യന്മാർ കടലിന്റെ മധ്യത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ വീണ്ടും ഭയചകിതരാകുന്നു. അപ്പോൾ യേശു തമ്പുരാൻ രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിലെ വെള്ളത്തിന്റെ മുകളിലൂടെ കരയിലൂടെ എന്ന പോലെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. അവർ അത് ഭൂതം എന്ന് കരുതി വീണ്ടും ഭയപ്പെടുന്നു. ഉടൻ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രത്യാശ നിർഭരവും പ്രചോദനാത്മകവുമായ വാചകം കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുകയാണ്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:27. എത്ര ധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ശിഷ്യന്മാരിൽ വളരെ പെട്ടെന്ന് ധൈര്യം കൊണ്ട് നിറയുകയാണ്. തങ്ങളുടെ നാഥൻ ആപത്തിൽ കൈവിടാത്തവനാണെന്നും രാത്രിയുടെ ഏകാന്തതയിലും കടലിലെ പെരുങ്കാറ്റിലും ഭയന്നിരുന്നവർക്ക് വളരെ പെട്ടെന്ന് അവൻ ആശ്വാസകരായി കടന്നു വരുന്നവനാണെന്നും ഉള്ള പ്രത്യാശ അവർക്ക് ലഭിക്കുന്നു. ഉടൻ പത്രോസ് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് അനുവാദം ചോദിക്കുന്നു. കർത്താവിനെ അനുവദിക്കുന്നു. പക്ഷേ 2-3 ചുവടുകൾ വെച്ചപ്പോഴേക്കും അവൻ വെള്ളത്തിലേക്ക് താഴുകയാണ്. അവൻ കാറ്റ് കണ്ട് ഭയപ്പെട്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ യേശു തമ്പുരാൻ കൈ നീട്ടി അവനെ രക്ഷിക്കുകയും എന്നാൽ അവന്റെ അല്പവിശ്വാസത്തെ ശാസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ ഒന്നിച്ച് യാത്ര ചെയ്ത് മറുകരയിലെത്തി. അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ട് സൗഖ്യം നേടുവാൻ ആളുകൾ തിങ്ങിക്കൂടി. തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ച സന്തോഷത്തോടു കൂടി 14-ാം അധ്യായം അവസാനിക്കുകയാണ്. ഈ പുതുവർഷത്തിന്റെ ആദ്യ ഞായറാഴ്ചയായി ഇന്ന് ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് വ്യക്തമാക്കുന്ന 4 സന്ദേശങ്ങൾ ഈ അധ്യായം നമുക്ക് നൽകുന്നു. 1, ക്രൂരതയും ചതിയും വഞ്ചനയും നിറഞ്ഞ ലോകത്തിൽ ശത്രുക്കളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തക്കാരിൽ നിന്ന് പോലും അപ്രതീക്ഷിതമായി കടുത്ത പ്രഹരങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ഹേരോദാവ് യഹൂദനായിരുന്നിട്ടും യഹൂദന്മാർക്ക് അവൻ സംരക്ഷണം നൽകിയില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വിഷയങ്ങളോട് ക്രൂരമായി പ്രതികരിക്കാതെ മൗനം അവലംബിക്കുകയോ കർത്താവ് ചെയ്തതുപോലെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. 2, കർത്താവിനോട് ചേർന്നാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ മരുഭൂമിയുടെ മധ്യത്തിലും സമൃദ്ധി അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. അധൈര്യമോ നിരാശയോ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ ചേർന്നിരിക്കലിന് വേണ്ടിയാണ് കർത്താവ് പലപ്പോഴും മലയിലേക്ക് കയറിപ്പോയി ഏകനായി പിതാവുമായി സംസർഗം ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ വലിയ ശക്തിയിലൂടെ സ്വയം ശക്തി സംഭരിക്കുവാൻ നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന സന്ദേശവും ഈ 14-ാം അധ്യായം നമുക്ക് നൽകുകയാണ്. 3, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഈ പ്രത്യാശ നിറഞ്ഞ വലിയ ഉറപ്പ് കർത്താവ് എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉറപ്പാണ്. ഇത് ഒരു സമയത്തെ ഒരു ഒറ്റപ്പെട്ട ധൈര്യപ്പെടുത്തലല്ല, സദാകാലത്തേക്കുമായി കർത്താവ് നൽകുന്ന വലിയ ധൈര്യത്തിന്റെ ഉറപ്പാണ്. ഈ ഉറപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ആ ഒരു ധൈര്യം നാം നേടിക്കൊണ്ടും ഇരിക്കണം. 4, കർത്താവിനെ നോക്കി യാത്ര ചെയ്യേണ്ടവരാണ് നാം. നമ്മുടെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറിപ്പോകുവാൻ ഒരിക്കലും ഇടവരരുത്. ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറി പ്രശ്നങ്ങളിലേക്ക് തിരിയുമ്പോൾ പ്രശ്നങ്ങൾ നമ്മെ വിഴുങ്ങും. പത്രോസ് കടലിൽ മുങ്ങിപ്പോയത് അതുകൊണ്ടാണ്. കർത്താവിനെ ശാസിച്ചത് അല്പവിശ്വാസിയെ എന്ന് വിളിച്ചാണ്. നമ്മുടെ അല്പവിശ്വാസമാണ് നമ്മെ പലപ്പോഴും തകർക്കുന്നത്. വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് പോലും സൗഖ്യം പ്രാപിച്ചവരെ
തുടർന്ന് നാം കാണുന്നുണ്ടല്ലോ. ആകയാൽ എൻ്റെ കർത്താവ് കൂടെ ഉണ്ട് എന്ന പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നത്തിൻ്റെയും മുകളിലൂടെ ആത്മധൈര്യത്തോടെ നടന്ന് മുന്നേറുവാൻ നമുക്ക് കഴിയും. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദവും മരുഭൂമിയിലെ ഏകാന്തതയും കടലിലെ കൊടുങ്കാറ്റും വെള്ളത്തിലെ മുങ്ങിത്താഴിലും ഒന്നും കർത്താവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ പ്രശ്നമല്ല എന്ന വലിയ സന്ദേശം ഈ അധ്യായം നമുക്ക് നൽകുന്നു. പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടേതും ധൈര്യത്തിൻ്റെതുമായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.